മുമ്പാണ് നമ്മുടെ 18 പേര് നാട്ടിൽ നിന്ന് കയറി വന്നത്. അവരുടെ ക്ലാസ് നടക്കുന്ന സ്ഥലമാണിത്. അവരുടെ ക്ലാസ്സിനെ കുറിച്ചും അവർക്ക് ഇവിടെ ഉണ്ടായ അനുഭവങ്ങളെ കുറിച്ചും പിന്നെ അതുപോലെ തന്നെ അവർ ഏതൊക്കെ ഗ്രൂപ്പിലുള്ളവരാണ്, ഏതൊക്കെ ബാച്ചിലുള്ളവരാണ്, അവർക്ക് എത്രയൊക്കെ സമയമെടുത്തു, അവരുടെ പ്രോസസ്സിങ് കാര്യങ്ങളിലൊക്കെ എങ്ങനെയൊക്കെയായിരുന്നു, ഇങ്ങനെയുള്ള ഫീഡ്ബാക്കുകളെല്ലാം നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. പ്രസൻസിലുള്ള ക്ലാസ് ആണോ അതോ ഓൺലൈൻ ക്ലാസ് ആണെന്നോ കൂടുതൽ യൂസ്ഫുൾ, ഇറ്റലി വന്നിട്ട് എങ്ങനെയുണ്ട്, ഈ പറയുന്നത് പോലൊക്കെ ലാംഗ്വേജ് വേണോ, അല്ലെങ്കിൽ നാട്ടിലെ ലാംഗ്വേജ് പഠിച്ചില്ലെങ്കിലും ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. കുറേ പേർക്ക് ഡൗട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമുക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. ഏത് സൈഡിൽ നിന്ന് വേണമെന്ന് നിങ്ങൾക്ക് വലിയ തീരുമാനിക്കാം. സെലക്ട് ചെയ്യുമ്പോൾ ആരും ഇഷ്ടപ്പെട്ട പേരായിരിക്കുന്നത്. തുടക്കം നമുക്ക് ഈ സൈഡിൽ നിന്ന് ആൻസർ തന്നെ പറഞ്ഞത്. ഞാൻ 2021 CV ഫോർവേഡ് ചെയ്ത് ഈ പ്രോസസ്സിങ്ങിലോട്ട് വരുന്നത്. അതായത് പറയുവാണെങ്കിൽ സെക്കൻഡ് ബാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം സെക്കൻഡ് ബാച്ചുകാരുണ്ട്. അപ്പം ഇപ്പോൾ കേൾക്കുന്നവർക്കൊരു എന്താ പറയുക, ഒരു ഡൗട്ട് തോന്നാറുണ്ട്, ഇവർ 8th ബാച്ച് വരെ ആയല്ലോ, സെക്കൻഡ് ബാച്ചുകാർ ഇപ്പോഴാണോ വന്നേ എന്നുള്ളൊരു ചോദ്യം തീർച്ചയായിട്ടും കേൾക്കുന്ന ഒരാൾക്കാണ്. അപ്പം അതിനുള്ള മറുപടി നമുക്ക് ആഞ്ചലിയോട് തന്നെ ചോദിക്കാം. ആദ്യം സർട്ടിഫിക്കറ്റിൻ്റെ ഡോക്യുമെൻറ്റിൻ്റെ കുറേ പ്രോസസ്സിങ് ഉണ്ടായിരുന്നു. അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സിംഗ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പിലുള്ളത്. അതെല്ലാം ഫോർവേഡ് ചെയ്ത് വന്നപ്പോൾ നുള്ളാവസ്ഥ എന്ന് പറയുന്ന അതെല്ലാം ഓക്കെ ആയിട്ട് നടന്നു. പിന്നെ നുള്ളാവസ്ഥ എന്ന് പറയുന്നത് ബേസായിട്ട് നുള്ളാവസ്ഥയ്ക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്തു. പക്ഷെ അവിടെ വന്നപ്പം എനിക്ക് ഏകദേശം 1 വർഷത്തോളം ഡിലേ വന്നു. അത് ആഞ്ചലയുടെ കുഴപ്പമോ അല്ലെങ്കിൽ ജസ്റ്റ് ബിസിനസിൻ്റെ അല്ല, നുള്ളാവസ്ഥ നമ്മൾ ഓൾറെഡി സബ്മിഷൻ ചെയ്തു. പക്ഷെ മിലാനിൻ്റെ പ്രഫക്റ്റൂറിൽ നിന്ന് നുള്ളാവസ്ഥ കിട്ടിയില്ല. അപ്പം അത് ഡിലേ ആയി പോയി. അങ്ങനെ ഒരുപാട് ഡിലേ ആയി വന്നപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ ആഞ്ചലയ്ക്ക് വേണ്ടി നമ്മൾ വേറെ നുള്ളാവസ്ഥ വെച്ചാണ് ഇപ്പോൾ ആഞ്ചല വന്നിരിക്കുന്നത്. അപ്പം അതാണ് ആ ഒരു ടൈം പീരീഡ് വന്നതിൻ്റെ കാരണം. അപ്പം ഇപ്പോൾ നാട്ടിലാണെങ്കിൽ പലരും ചിന്തിക്കും, പല ബാച്ചുകാരുള്ളതാണ്, ഞങ്ങളെ കൊണ്ടുപോകുന്നില്ല, അങ്ങനെ സെക്കൻഡ് ബാച്ചുകാരുണ്ട്, തേർഡ് ബാച്ചുകാരുണ്ട്. മെയിനായിട്ട് ആദ്യം മുതൽ പറയാനുള്ളത്, അല്ലെങ്കിൽ ഈ അവസാന നിമിഷം വരെ പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, ലാംഗ്വേജ് പഠിക്കുക. ലാംഗ്വേജ് പഠിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വരാൻ സാധിക്കും. ഇപ്പോൾ ലാംഗ്വേജിൻ്റെ ഇവാലുവേഷനും മറ്റു കാര്യങ്ങളൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് ഓഫീസ് പോകുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം എല്ലാവരോടുമാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇവർ ഓൺലൈനിൽ കുറച്ച് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു, ഇവിടെ ഒരു പ്രസൻസിലാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തത്. എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്, പ്രസൻസിലെ ക്ലാസ്സുകൾ? ഞാൻ 2 കൊല്ലമായി പ്രൊജക്റ്റിൽ വന്നിട്ട് എനിക്ക് ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. ഓൺലൈൻ ക്ലാസ്സിനെക്കാട്ടിലും നമ്മൾ ഡയറക്റ്റായിട്ട് ക്ലാസ്സിലിരുന്ന് അറ്റൻഡ് ചെയ്യുന്നത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പേഷ്യൻറ്റും നമ്മൾ നേഴ്സുമാരും തമ്മിലുള്ള ഒരു ടോക്കും പിന്നെ പ്രൊസീജിയർ വൈസ് കാര്യങ്ങളും എല്ലാം ഞങ്ങളുടെ ട്യൂട്ടേഴ്സ് ഇവിടെ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 18 പേര് ഇവിടെ ഒരു ഫാമിലി ആയിട്ട് നല്ല സപ്പോർട്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ചെയ്ത് നല്ല രീതിയിൽ ഇത്രയും ദിവസം കഴിഞ്ഞ് പോയി. ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സ്ഥലങ്ങളിൽ തന്നെ ജോലിയും കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാര്യം, ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ വ്യത്യാസമല്ലേ. ഇപ്പം ഞാനിപ്പം എനിക്ക് ഈ ദിവസങ്ങളിൽ വന്നിരുന്ന ഒരു ഫീഡ്ബാക്ക് അനുസരിച്ച് പല പ്രോസസ്സിങ്, അതായത് നമ്മൾ വേറെ രാജ്യത്തിൻ്റെ പ്രോസസ്സിങ്, കുറേ സൗദിയുടെ പ്രോസസ്സിങ്, ജർമ്മനിയുടെ പ്രോസസ്സിങ് ഒക്കെ ഉണ്ടല്ലോ പലരും. ഇപ്പം പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് സർട്ടിഫിക്കറ്റ് ട്രാൻസ്ലേഷനും മറ്റു കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഓഫ് ബിസിനസ് നേരത്തെ തന്നെ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ലേഷനും മറ്റ് സർവീസും ചെയ്യുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ പോകാൻ പറ്റില്ലെങ്കിൽ ആ പൈസ ഞങ്ങൾക്ക് നഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. മീൻസ് ഇപ്പോൾ എല്ലാവർക്കും വരണം എന്ന് തന്നെ ഉദ്ദേശിച്ച് തന്നെയാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരോടും ജനറലായിട്ട് ആദ്യം മുതൽ നമ്മൾ പറഞ്ഞോളൂ സർട്ടിഫിക്കറ്റും ചെയ്യണം ക്ലാസ്സിൻ്റെ കൂടെ. അപ്പോൾ അങ്ങനെ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, ഞങ്ങളത് പറഞ്ഞതിൻ്റെ ഒരു ഉദ്ദേശത്തിലേ ഉള്ളൂ. നിങ്ങൾ നേഴ്സിംഗ് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും ഒരു ഇൻ്റർവ്യൂ പാസ്സാവുമ്പോഴത്തേനും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ലേഷൻ കഴിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നുള്ളാവസ്ഥ, അതായത് നിങ്ങൾക്ക് വിസ പ്രോസസ്സിങ്ങിന് വേണ്ട നുള്ളാവസ്ഥ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു സമയത്തിന് എല്ലാ നിങ്ങളുടെ ഡോക്യുമെൻറ്റും ട്രാൻസ്ലേഷൻ ചെയ്ത് നമ്മുടെ കിട്ടിയാലേ വൺസ് നിങ്ങൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് രണ്ടും കൂടി ടാലി ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത് സജസ്റ്റ് ചെയ്തത്. ഒരു സർട്ടിഫിക്കറ്റ് ട്രാൻസ്ലേഷനും അതുപോലെ ഒരു DOB ഒക്കെ കിട്ടാനായിട്ട് 1 വർഷം എടുത്ത ആൾക്കാർ ഇതിനകത്ത് തന്നെ എനിക്കറിയാം.
അപ്പോൾ നിങ്ങൾ പാസ്സായിട്ട് നിങ്ങൾക്ക് കിട്ടും, ഇന്റർവ്യൂ കഴിഞ്ഞു കിട്ടും എന്ന് ഉറപ്പായ ശേഷം നിങ്ങൾ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ലേഷൻ ചെയ്താൽ പിന്നീട് 1 വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പ്രോജക്റ്റിന്റെ എന്തെങ്കിലും ഒരു സൈഡിലെങ്കിലും എത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ്, നല്ല ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പോൾ ഒരു നിങ്ങൾ അങ്ങനെ ചെയ്ത തെറ്റായെന്നൊരു ഫീഡ്ബാക്ക് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ ഒന്ന് പറയാമോ? നിങ്ങളുടെ അനുഭവം, നിങ്ങൾ ഈ വന്ന 18 പേര്. അത് തീർച്ചയായിട്ടും ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കും അങ്ങനെ സംസാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മിനമ്മ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെയുള്ള സർട്ടിഫിക്കറ്റ് ട്രാൻസ്ലേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെന്നാണെങ്കിൽ നമുക്ക് ഇതിനുള്ള അവസ്ഥ കാര്യങ്ങൾ വന്നു കഴിഞ്ഞ് നമ്മളിവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നാണെങ്കിൽ നമുക്ക് OPA എക്സാം എഴുതാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ജോലിക്ക് കയറാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഫോർവേഡ് ചെയ്യാനൊക്കെ സാധിക്കും. എല്ലാവരുടെ തന്നെ DOV ചോദിച്ചില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾ ഈ നുള്ളാവസ്ഥ കിട്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ DOV ഇവരിവിടെ വന്നപ്പോഴേ ചോദിച്ചു. അപ്പം ഇതൊക്കെ നിങ്ങൾ പിന്നീട് ചെയ്യാൻ നിന്ന DOV തന്നെ അനുമതി അല്ലേ 1 വർഷം എടുത്തു. അപ്പം ഇന്റർവ്യൂ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നുള്ളാവസ്ഥ കിട്ടിയാലും നുള്ളാവസ്ഥ നിങ്ങൾക്ക് ഇപ്പം 1 മാസം കൊണ്ട് കിട്ടിയവരാണ് നിങ്ങൾ. ആ 1 മാസം കൊണ്ട് നുള്ളാവസ്ഥ കിട്ടി. പക്ഷെ ഇവിടെ DOV ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം നടക്കില്ല. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അത് നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കണം. അതല്ലാതെ ഞങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലാഭം കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നതെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് പലപ്പോഴും. അത് നിങ്ങൾ അവർക്ക് നിങ്ങളുടെ ഓരോരുത്തരും തന്നെ അവരുടെ ടൈം നിങ്ങളുടെ പ്രോസസ്സിങ്ങിന് പേപ്പർ വർക്കിനുള്ള പൈസയല്ലേ ആയിട്ടുള്ളൂ, അല്ലാതെ സർവീസ് ചാർജോ ഏജൻസി ഫീസോ ഒന്നും നിങ്ങൾക്ക് ആയിട്ടില്ലല്ലോ. ഈ കോഴ്സ് പഠിച്ച് ലാംഗ്വേജ് പറഞ്ഞോട്ടെ, ഇതിൻ്റെ അകത്ത് എല്ലാവരും ഒന്ന് കാണിക്കും. ഈ പറഞ്ഞ കാര്യം നിങ്ങൾ എടുക്കുന്ന ആരുടെയെങ്കിലും എടുത്തുന്ന കോഴ്സ് ഫീസ്, നിങ്ങളുടെ ട്രാൻസ്ലേഷൻ അറ്റസ്റ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ ഞങ്ങൾ ഏജൻസി കമ്മീഷനായിട്ട് എന്തെങ്കിലും 1 രൂപ നിങ്ങളുടെ അടുത്ത് വായിച്ചിട്ടുണ്ടോ? എല്ലാവരും ഒരേ പോലും നമ്മളുടെ ഏജൻസി മേടിച്ചിട്ടില്ല. നമ്മൾക്ക് ചെലവായിരിക്കുന്ന പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണെങ്കിൽ നമ്മളുടെ തന്നെയായിട്ടുള്ള സർട്ടിഫിക്കറ്റിന്റെ ട്രാൻസ്ലേഷനും കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പൈസ മാത്രമേ ചെലവാക്കിയിട്ടുള്ളൂ. അല്ലാതെ 1 രൂപ പോലും ഏജൻസിക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ എന്നാലും നമ്മളിവിടെ വന്നിട്ടാണെങ്കിൽ നമ്മുടെ ഫുഡ് ആയിക്കോട്ടെ, അക്കോമഡേഷൻ ആയിക്കോട്ടെ, നമ്മുടെ ക്ലാസ്സുകളായിക്കോട്ടെ, ഒന്നിനൊരു കുറവ് വരുത്താതെ അത്രയും നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ വെക്കാവോ അത്രയും കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് നമ്മളെ ജസ്റ്റ് ഓൺ ബിസിനസ് നോക്കിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ നന്ദിയും കൃതജ്ഞതയും ഞങ്ങൾക്ക് എന്നും ഉണ്ടായിരിക്കും. എന്റെ പേര് ട്രീസ ലിസ്ബി, ഞാൻ 6th ബാച്ചാണ്. എന്റെ പേര് റിനി വർഗീസ്, ഞാൻ 4th ബാച്ചിലാണ്. ഓക്കെ റിനി, റിനി പ്രോഗ്രാം ജോയിൻ ചെയ്തിട്ട് എത്ര നാളായി? ഞാൻ 2022 ജോയിൻ ചെയ്തത്. ഓക്കെ, 24ആയി. 2 വർഷം. തീർച്ചയായും 2 വർഷം. ഈ 2 വർഷം ഇത്രയും ഡിലേ ആകാനുള്ള കാരണം എന്തായിരിക്കും? കാരണം അത് ഞാൻ ഇത് ബിസിനസ് ഇതിനകത്ത് ഈ പ്രൊജക്റ്റ് കയറിയപ്പോൾ തന്നെ ഞാൻ ഇത് തുടങ്ങിയായിരുന്നു. സർട്ടിഫിക്കറ്റ് എല്ലാം ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഡിലേ ആകാൻ ഇത്രയും സമയം എടുത്തു. ഇതായിട്ട് എല്ലാം റെഡി ആയിട്ട് വരാനായിട്ട്. ഇന്റർവ്യൂ ആണോ ഇതിനു മുമ്പ് ഇന്റർവ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു? എനിക്ക് മുമ്പും കിട്ടിയിട്ടുണ്ട്. പക്ഷേ DOV ഒന്നും ശരിയാകാത്തത് കൊണ്ട് എല്ലാവരും അംഗീകരിക്കുന്നു. നിങ്ങൾക്ക് പേപ്പർ വർക്കും ഇതേ ഒരുമിച്ച് ഒരേപോലെ നടക്കേണ്ടതാണ് നിങ്ങൾ അംഗീകരിക്കുന്നു. നിങ്ങൾക്ക് മുന്നോട്ട് പോകത്തില്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. അല്ലാതെ നമ്മള് ഈ ഒരു എന്താ പറയാ ഒരു എന്തെങ്കിലും ഒരു നമ്മുടെ തന്നെ പേഴ്സണൽ ഒരു ആവശ്യത്തിന് വേണ്ടി പറഞ്ഞതല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായിരിക്കും. ഏകദേശം 1 മാസം 3 ആഴ്ച കഴിഞ്ഞു. എല്ലാവരും പ്രസൻസിലുള്ള ക്ലാസ്സാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ക്ലാസ് നിങ്ങൾ ആദ്യമേ കാണിച്ചു തന്നായിരുന്നു. നല്ല വെല്ലായിട്ട് നമ്മൾ എക്യുപ്ഡ് ആയിട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. ടീച്ചേഴ്സ് ആണെങ്കിലും ലാംഗ്വേജിൻ്റെ സെക്ഷൻ പഠിപ്പിക്കാൻ അതിൻ്റെ ടീച്ചേഴ്സ് ഉണ്ട്, നഴ്സിംഗ് സെക്ഷൻ പഠിപ്പിക്കാനായിട്ട് അതിൻ്റെ ടീച്ചേഴ്സ് ഉണ്ട്. ബാക്കി അങ്ങനെയുള്ള മിക്സപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇവിടുത്തെ കൾച്ചർ കാര്യങ്ങൾ, ഇവിടെയുള്ള കാര്യങ്ങൾ, അതായത് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നാളെ നിങ്ങൾക്ക് വരാൻ നിങ്ങൾക്ക് മുമ്പിൽ ഫേസ് ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടത്, അത് എന്തെല്ലാം രീതിയിൽ നിങ്ങൾ മെയിനായിട്ട് ഇപ്പം എല്ലാവരും ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണ്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിലോട്ട് മെറ്റേണിറ്റി മുതൽ സാലറിയുടെ ആനുകൂല്യങ്ങൾ മുതൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു തന്ന് വെൽ ആയിട്ട് നിങ്ങളെ ട്രെയിൻ ചെയ്താണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇങ്ങനെയൊരു കാര്യങ്ങൾ നാട്ടിൽ ഏതെങ്കിലും ഒരു ഏജൻസി ചെയ്തു തരും അല്ലെങ്കിൽ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്? നാട്ടിൽ എത്രയോ ഏജൻസികൾ എനിക്കറിയാം.
പല ഏജൻസികളും എന്നെ കോൺടാക്ട് ചെയ്തേക്കുന്നതാണ്. ഞാൻ പേരുകളൊന്നും ഇവിടെ പറയുന്നില്ല. പക്ഷെ അവിടെ 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ വാങ്ങിച്ച് ചെയ്യുന്നൊരു പ്രോജക്റ്റാണ്. ഈവൻ എനിക്ക് വേണമെങ്കിലും അത് ചെയ്യാവുന്നതാണ്. പക്ഷെ വേണ്ട കാരണം ഇതിൻ്റെ അത് ഏതൊരു സംഭവത്തിലാണെങ്കിലും അതിന് ഒരു എന്നാ പറയുന്നത് ലാഭങ്ങൾ എന്ന് പറയുന്നത് 2 സ്ഥലത്തു നിന്നുണ്ട്. 2 സ്ഥലത്ത് നിന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണോ റിക്രൂട്ട് ചെയ്യുന്നത് ആ ഒരു സ്ഥാപനത്തിലെ ഞാൻ HR മാനേജറാണ്. HR മാനേജർ ഹെൽത്ത് കെയർ സെക്ടറിലെ HR മാനേജർ അതിൻ്റെതായ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളുടെ കമ്പനിക്ക് ഇവിടുന്ന് ആരാണ് ജോലിക്ക് എടുക്കുന്നത് അവർ ഞങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെയാണ് കിട്ടാനില്ലെങ്കിൽ നാട്ടിലെ ഏജൻസികൾ ഞങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. പിന്നെ ഇപ്പം ഇതിൻ്റെ ഈ കേസ് ടൈപ്പ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. ഒരു ടൈപ്പിലോട്ട് വരുമ്പോഴത്തേക്കും അവിടെ ആദ്യമേ വരുന്നത് ചെറിയ 1 ലക്ഷം 2 ലക്ഷം ആയിരിക്കും. അപ്പോൾ അത് കമ്പനികൾ പല ഏജൻസികൾ അറ്റാച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും ലക്ഷങ്ങളുടെ കാര്യമായിട്ട് മാറുന്നത്. അപ്പൊ അതാണ് 5 ലക്ഷം 10 ലക്ഷമായിട്ട് വരും. നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഉറപ്പാണല്ലോ. ഒരൊറ്റ കാര്യം കൂടെ ചോദിക്കാറുണ്ട്. ഈ പറഞ്ഞ നിങ്ങൾ ചെലവായെന്ന് പറയുന്നത് കോഴ്സ് ഫീസും സർട്ടിഫിക്കറ്റ് ട്രാൻസ്ലേഷൻ അല്ലേ? ഈ പൈസ ഒരാൾ ക്വിറ്റ് ചെയ്ത് പോവുകയാണ് തീരുമാനിച്ചാൽ ആ പൈസ ഞങ്ങൾ തരേണ്ടതാണോ? അത് നമ്മുടെ പേഴ്സണലായിട്ട് സർട്ടിഫിക്കറ്റ് ട്രാൻസ്ലേഷന് വേണ്ടി നമ്മൾ ഇതാക്കിയ പൈസയാണ്. അതങ്ങനെ ജസ്റ്റ് ഓൺ ബിസിനസ് തിരിച്ചു തരേണ്ട പൈസയല്ല. ഇപ്പൊ ഏത് കൺട്രിയിലേക്കാണെങ്കിലും നമ്മൾ സർട്ടിഫിക്കറ്റ് പ്രോസസ്സിങ്ങിന് അതിൻ്റേതായിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് വേറെ ഇതൊന്നും ഡിലേ ഒന്നും വരാത്തതും. ഒരാൾ ക്വിറ്റ് ചെയ്ത് പോകുന്ന കാര്യത്തിൽ അങ്ങനെ പറയാം. ഒരാൾക്ക് ലാംഗ്വേജ് ഇല്ല എന്ന കാരണത്തിൽ അയാൾക്ക് വരാൻ പറ്റുന്നില്ല. അതായത് നമ്മൾ ഇൻട്രാക്ഷൻ കൊടുക്കുന്നു, ആ ഇൻട്രാക്ഷനിൽ അവർ പെർഫോം ചെയ്യുന്നില്ല. പെർഫോം ചെയ്യാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഇവാലുവേഷൻ ചെയ്യുന്നത് മാർച്ചെല്ലയാണ്. നമ്മുടെ ട്യൂട്ടർ എന്ന നിലയിൽ മാർച്ചെല്ല ക്ലാസ് എടുക്കുന്ന മാർച്ചെല്ലയാണ് ഇവാലുവേഷൻ ചെയ്യുന്നത്. അപ്പോൾ മാർച്ചെല്ല ഇവാലുവേഷൻ അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഇന്റർവ്യൂ അല്ലെങ്കിൽ തന്നെ ഇവാലുവേഷനിൽ അവർ മേലിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പൈസ റീഫണ്ട് ചെയ്യണം എന്ന് പറയുന്നതിന് എന്തെങ്കിലും ഒരു യുക്തി ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതായത് ഇതുമായിട്ട് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇതിന്. കാരണം നിങ്ങൾ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോഴ്സിന്റെ ഫീസ്, ട്യൂട്ടറിന്റെ ഫീസ് നമ്മൾ കൊടുക്കണമല്ലോ. അതിപ്പം നേഴ്സിംഗ് സെക്ഷൻ എടുക്കുന്നവർക്കും അതുപോലെ തന്നെ ബേസിക് ലാംഗ്വേജ് എടുക്കുന്നവർക്കും കോഴ്സ് എടുക്കണമെങ്കിൽ അവർ കോഴ്സിന് പൈസ കൊടുക്കണം. ആ ഒരു സെക്ഷനാണ് ആദ്യം നിങ്ങൾ പേ ചെയ്തത്. രണ്ടാമതെന്ന് പറയുന്നത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എന്തൊക്കെയുണ്ടോ അത് ഈ ഇറ്റാലിയൻ പ്രോസസ്സിങ്ങിന് വേണ്ടി നിങ്ങൾ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കണം. ആ ഒറിജിനൽ എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. അതായത് ഏജൻസി എന്ന നിലയിലോ പാസ്പോർട്ടോ നിങ്ങളുടെ ഒറിജിനലോ ഇതിലാൽ ഒരു സർട്ടിഫിക്കറ്റും നമ്മൾ പിടിച്ചു വെച്ചിട്ടില്ല. എല്ലാവരുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ? പിന്നെ ഈ ഒരു പ്രോസസ്സിംഗിൽ ഒറിജിനൽ ആയിട്ട് സർട്ടിഫിക്കറ്റ് അയക്കേണ്ടത് DOB, അത് മിനിസ്ട്രി ഓഫ് ഹെൽത്തിലേക്ക് അയക്കേണ്ട ഒറിജിനൽ തന്നെയാണ്. അതുപോലെ തന്നെ PCC ഗുഡ് സ്റ്റാൻഡിംഗ്. ഈ ഒരു 3 സാധനം നിങ്ങളുടെ ഒറിജിനൽ ഞങ്ങളെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് മിനിസ്ട്രിയിലേക്ക് അയക്കേണ്ട ഡോക്യുമെന്റ് ആണ്. അത് അയക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് എക്സാം എഴുതാനായിട്ട് നിങ്ങൾക്ക് റീകോണോഷ്മെന്റ് എന്ന പേപ്പർ കിട്ടാൻ വേണ്ടി നമ്മൾ ഇത് ചെയ്യുന്നു. ഈ കൂട്ടത്തിലുള്ളവർക്ക് റീകോണോഷ്മെന്റോ അത് അയച്ച് കിട്ടിയവരുണ്ട്. അതിനു വേണ്ടിയാണ് DOB ചെയ്യുന്നത്. ആ DOB ഒഴുകി നിങ്ങളുടെ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റും നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല. അപ്പൊ ഈ ഒരാൾ ലാംഗ്വേജിൽ ഇംപ്രൂവ് ആകാതെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു, ആളുടെ പൈസ നഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞങ്ങൾ അത് റീഫണ്ട് ചെയ്യണമെന്ന് ഒരാൾ പറഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം അതിന് മറുപടി പറയും? നിങ്ങൾ ആസ് എ കാൻഡിഡേറ്റ് നിങ്ങൾക്ക് ഒരാളാണ് ഇത് കാര്യം സംഭവിച്ചത് നിങ്ങൾ ചിന്തിക്കുക. ഇപ്പോൾ ദീപയോട് ഞാൻ ചോദിക്കും, ദീപ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിരുന്ന കാര്യം എന്താണ് ഒന്ന് പറയാമോ? ഞാൻ 5th ബാച്ചിലാണ് സ്റ്റാർട്ട് ചെയ്തത്. 2022 ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു വർഷം 9 മന്തായി. ഞാൻ സൗദിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാനിപ്പോൾ നാട്ടിൽ വന്നിട്ട് ഒരു 3 മന്ത് ആയതേ ഉള്ളൂ. ഒന്നാമത് ഒരു ഇന്റർഫിയർ ചെയ്യുന്നതുകൊണ്ട് ക്ഷമിക്കണേ. അന്നേരം നമ്മൾ ജോയിൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ജോലി റിസൈൻ ചെയ്ത് ഇതിനകത്ത് ജോയിൻ ചെയ്യണമെന്നൊന്നും പറഞ്ഞില്ല. ഒരിക്കലും പറഞ്ഞിട്ടില്ല. എപ്പോഴാണോ നിങ്ങളുടെ പേപ്പേഴ്സ് റെഡി ആവുന്നത് അപ്പം ഞങ്ങൾ പറയുമ്പോൾ മാത്രം റെസിഗ്നേഷൻ കൊടുത്താൽ മതി എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ ഞാൻ എൻ്റെ സ്വന്തം ഇനിഷ്യേഷനിലാണ് ഞാൻ റിസൈൻ കൊടുത്തു വന്നത്. 3 മന്ത് ബിഫോർ ആണ് ഞാൻ വന്നത്. ഇപ്പോൾ ഇത്രയും സമയം നമ്മൾ എടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ എല്ലാ പേപ്പർ വർക്കുകളും ചെയ്തു എന്നുള്ള അവസ്ഥയ്ക്ക് വെച്ചു. അപ്പം പേപ്പർ വർക്കുകൾ കൊണ്ട് തന്നെ ഇത്രയും ടൈം ഡിലേ ആയി. പിന്നെ എല്ലാവരുടെയും ലാംഗ്വേജ് ടെസ്റ്റും ഇതിനകത്തുണ്ടല്ലോ. ആ ലാംഗ്വേജ് ടെസ്റ്റിനകത്ത് എല്ലാവരും
കേപ്പബിൾ ആണെന്ന് തോന്നിയിട്ടാണ് ഇപ്പം ഞങ്ങളുടെ ബാച്ചിലാണെങ്കിലും മർസല്ല എല്ലാവരും ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന അല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സൗദി ജോലി ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ദീപയ്ക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ. തീർച്ചയായും ഞാൻ ഒരു ആ ക്ലാസ് കാര്യത്തിൽ 100% എനിക്ക് ദീപനെ 100% ഞങ്ങൾ പറയേണ്ടതുണ്ട്. കാരണം ഞങ്ങളുടെ നല്ലൊരു കാൻഡിഡേറ്റ് ആണ്. ഈ ജോലിയുടെ എല്ലാം തിരക്കിനിടയിൽ ഇതുപോലെ ലാംഗ്വേജ് പഠിക്കാൻ എല്ലാവർക്കും പറ്റും. അപ്പം ഈ ഞങ്ങളോട് റീഫണ്ട് ചെയ്യണം, ഞങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അങ്ങനെ പറയുന്നവര് ഇവരെ കണ്ടുപഠിക്കണം. കാരണം ജോലി ചെയ്തുകൊണ്ട് ലാംഗ്വേജിൽ ഇമ്പ്രൂവ് കാണിക്കാമെന്ന് പ്രൂവ് ചെയ്തവരാണ് ഇവര്. അങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ലാംഗ്വേജ് പഠിക്കാതെ നമുക്ക് ഒന്നും ചെയ്തു തരാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഇവർക്ക് പറയാനുള്ളത്. എന്താ ഞങ്ങൾ ഡ്യൂട്ടിയിലാണെങ്കിലും എന്താ പറയുക പെർമിഷൻ ചോദിച്ചിട്ടാണ് ക്ലാസ്സിൽ കയറി നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം അതിന്റെ ഡിഫിക്കൽട്ടീസ് ഭാവിയിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷ. ഒരു ക്ലാസ് മിസ് ചെയ്താൽ ശരിക്കും നമുക്ക് ഫീലാണ് അയ്യോ ഇന്നത്തെ ക്ലാസ് പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒരുപാട് വിഷമം തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാണ്ട് ഇവിടെ വരെ എത്തി. അതിൻ്റെതായ ഒരുപാട് ബെനിഫിറ്റ്സ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും കിട്ടി. തന്നെയല്ല നേരിട്ട് നമ്മളിപ്പോൾ ട്യൂട്ടേഴ്സ് വന്ന് നമുക്ക് ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നി. അതുപോലെ തന്നെ ട്രാൻസ്ലേഷനിൽ ഞങ്ങൾ കയറിയതുകൊണ്ട് അതിൻ്റെതായ ഒരുപാട് ബെനിഫിറ്റ്സ് ഞങ്ങൾക്കുണ്ട്. പിന്നെ ഇപ്പം OPയുടെ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനും ഇവിടെ നമുക്ക് ക്ലാസ്സുകൾ എടുത്ത് തരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റാണ്. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. എല്ലാവരും ക്ലാസ് മസ്റ്റായിട്ടും അറ്റൻഡ് ചെയ്യണം തന്നെയാണ്. ലാംഗ്വേജ് പഠിക്കണം. ഇവിടെ ആദ്യം ചോദിച്ചത് ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ ഒരു വീഡിയോ കോളിൽ അറ്റൻഡ് ചെയ്തവരാണ്. അന്ന് മെയിനായിട്ട് ഞാൻ പറഞ്ഞിരുന്ന 2 കാര്യമാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്. ആ 2 കാര്യം എന്താണ്? രണ്ടെന്താ? ഓക്കെ, അതിൽ ലാംഗ്വേജ് പഠിക്കണം എന്ന കാര്യം നിങ്ങൾ പഠിച്ചു. പഠിക്കാത്ത ഒരാളായിരുന്നു എങ്കിൽ ദീപ, ഞാൻ ഈ പ്രോജക്റ്റിൽ ദീപനെ എനിക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നു. ആരെങ്കിലും കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നു. പൈസ നമ്മള് ഡോക്യുമെന്റിന് വേണ്ടി ചെലവായി. അപ്പം അതിന്റെ റെസ്പോൺസിബിലിറ്റി ഒരിക്കലും ഞങ്ങളാണോ? എല്ലായിടത്തും IELTS അല്ല OET അങ്ങനെയുള്ള കോഴ്സുകൾ പഠിക്കുന്ന അതിന് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന മണി അത് എപ്പോഴെങ്കിലും നിങ്ങൾ ജയിച്ചാലും അല്ലെങ്കിൽ തോറ്റാലും നിങ്ങൾ തിരിച്ചു കിട്ടും. നമ്മൾ തോറ്റുപോയി അതുകൊണ്ട് നിങ്ങൾ എനിക്ക് പൈസ റീഫണ്ട് ചെയ്യണം എന്ന് പറഞ്ഞ അവരംഗീകരിക്കും. നാട്ടിലിരിക്കുമ്പോൾ എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ് ലാംഗ്വേജ് ഇല്ലെങ്കിൽ ഇവിടെ എത്താം എന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും വരുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ ഇവിടെ എത്തി കഴിയുമ്പോഴാണ് റിയൽ ആയിട്ട് അത് മനസ്സിലാകുന്നത്. ഞങ്ങൾ പാർഷ്വാലിറ്റി കാണിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? കുറച്ചുപേരെ കൊണ്ടുവരുന്നു, കുറച്ചുപേരെ നാട്ടിൽ നിർത്തുന്നു എന്ന് തോന്നിയോ? ഒരിക്കലുമില്ല. എൻ്റെ പേര് അനു. ഞാൻ 5th ബാച്ച് കാൻഡിഡേറ്റ് ആണ്. ഞങ്ങൾ 2022 സെപ്റ്റംബറിലാണ് ഞങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ തന്നെ സാറ് സൂമിൽ ഞങ്ങളോട് പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് 2 കാര്യങ്ങൾ മസ്റ്റായിട്ട് വേണം. ഒന്ന് ലാംഗ്വേജ്, പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേപ്പർ വർക്കും സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ GNM+ പോസ്റ്റ് ബേസ് ചെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ പേപ്പേഴ്സ് 2ൻ്റെയും സർട്ടിഫിക്കറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരാൻ വേണ്ടി ഓൾമോസ്റ്റ് 1 ഇയർ എടുത്തു. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ലേറ്റ് ആയത്. പിന്നെ എല്ലാവരോടും പറയാനുള്ളത് ലാംഗ്വേജ് മസ്റ്റായിട്ട് വേണം. നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലാണ് മലയാളി ട്യൂട്ടർ എടുക്കുന്നുള്ളൂ. പിന്നെ വരുന്ന ക്ലാസ്സുകളെല്ലാം ഇറ്റാലിയൻസ് ആണ് നമുക്ക് എടുക്കുന്നത്. ഞങ്ങളുടെ ബാച്ചിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ട്രാൻസ്ലേഷൻ ക്ലാസ്സിൽ കയറുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും നമുക്ക് ക്ലാസ്സുകൾ പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. കാരണം ഇറ്റാലിയൻസ് ആണ് ഇവിടെ എടുക്കുന്നതെങ്കിൽ പോലും നമ്മൾ ഇറ്റാലിയൻ ട്യൂട്ടേഴ്സിന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് വരുന്നതുകൊണ്ട് നമുക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ക്വാളിറ്റിയുള്ള ടീച്ചേഴ്സ് ആയിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത്. അതോ എന്തെങ്കിലും പേരിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയ ഒരു കോപ്രായം എന്നാണ്? പ്രൊസീജിയേഴ്സ് ഒക്കെ പ്രാക്ടിക്കൽ ബേസ് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അതുപോലെ തന്നെ ഓരോരുത്തരെയും വിളിച്ച് 2 പേരെ വെച്ചിട്ട് പ്രൊസീജിയർ എങ്ങനെ പേഷ്യൻസും നഴ്സും ആയിട്ട് ഞങ്ങളെ ചെയ്യിപ്പിച്ച് ട്യൂട്ടർ ഞങ്ങളെ ചെയ്യിപ്പിച്ച് കാണിച്ചു. ഇതിനകത്ത് ഏതൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു ഫ്ലൂസോ അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു തുടക്കത്തിലൊരു റഷപ്പ് ഉണ്ടാവും. ആ റഷപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇല്ല. അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളാണെങ്കിൽ ചിന്തിച്ചത് നാട്ടിൽ നിന്നും നമ്മൾ ലാംഗ്വേജ് ട്രെയിനിങ് കൊടുക്കുന്നു, ഓൺലൈനായിട്ട് കൊടുക്കുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ആ 1 മാസം 2 മാസം 3 മാസം ഓക്കെ ഇമ്പ്രൂവ് ആകും എന്നൊരു ചിന്തയായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. ആ ഒരു രീതിയിൽ തന്നെ ആദ്യത്തെ കാൻഡിഡേറ്റ്സിനെ ഞങ്ങൾ ഒത്തിരി കണ്ണടച്ച് കാര്യങ്ങൾ ചെയ്ത് കൊടുത്തു, സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. പക്ഷെ അത് എല്ലാം നെഗറ്റീവിലോട്ട് പോവുകയാണ് ചെയ്തത്.
അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ ലാംഗ്വേജ് മസ്റ്റായിട്ട് നിങ്ങൾ നോക്കിയിട്ടേ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. അതില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. 7th ബാച്ചിലെ ആൾക്കാരുണ്ട്, അവരിലേക്ക് കൊടുക്കുന്നത്. അപ്പം നമ്മൾ പ്രോസസ്സിങ് ഒരാൾ കോണ്ടാക്ട് ചെയ്തപ്പം 8 to 10 months എല്ലാം ക്ലിയർ ആയിട്ട് പോയാൽ, അതായത് അത് ക്ലിസ്റ്റർ എന്താ പറയുക, അത്രയും ലക്ക് വേണം. കൃത്യം ഒരിടത്തും ഒരു ഗ്യാപ്പും വരാൻ പാടില്ല. കൃത്യം നേഴ്സിംഗ് ക്ലാസ് കഴിയുന്നു, ഉടനെ തന്നെ ഇന്റർവ്യൂ പാസ്സാവുന്നു. 3 മാസത്തെ കാലയളവിൽ കൃത്യമായി നുള്ളാവസ്ഥ കിട്ടുന്നു. അത് ഇവരുടെ കാര്യത്തില്. പക്ഷെ 3 മാസം കൃത്യം കിട്ടിയാലാണ് 8 to 10 months വരെ പറയുന്നത്. 7th ബാച്ചുകാർക്ക് 1 year, അതായത് എക്സ്റ്റെൻഡ് ആയി പോയത് 2 മാസം എന്ന് പറയാം അല്ലേ. ആ 7th ബാച്ചിന് 2 പേരുണ്ട് അല്ലേ, 2 പേരുണ്ട്. അപ്പം നിങ്ങളുടെ ഒന്ന് പറ, നിങ്ങളുടെ ഇതില്. ഞാൻ സീമ 7th ബാച്ചിലെ കാൻഡിഡേറ്റ് ആണ്. ഞങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞാൽ 1 year-ഉം ഒരു 2 months കൂടി എടുത്തുള്ളൂ. ഈ 7th ബാച്ചിൽ ഇതിന് മുമ്പ് വന്നിട്ടില്ലേ? ഞങ്ങൾക്ക് മുമ്പ് 2 മാസം മുമ്പ് ഒരാൾ കൂടി വന്നിട്ടുണ്ട്. അപ്പൊ കൃത്യമായ 8 to 10 months തന്നെ വന്നവരും ഉണ്ട്. അപ്പം അത് ലാംഗ്വേജ് ഉണ്ടായിരുന്നത് കൊണ്ട് കൃത്യമായി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഡോക്യുമെന്റേഷൻ വർക്കുകളും കൃത്യമായിരുന്നതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ വരാൻ പറ്റും. ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ജോയിൻ ചെയ്തപ്പോൾ ഒത്തിരി പേരുണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ചുകൂടി ക്വിറ്റ് ആയി പോകുന്നുണ്ട്. ആ ക്വിറ്റ് ചെയ്യുന്നത് ഞങ്ങളും പുറത്താക്കുന്നതാണെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും അല്ല. എല്ലാവരും സ്വന്തം ഇഷ്ടം, അവർക്ക് അവരുടേതായ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടാവാൻ പോയിരിക്കുന്നത്. അപ്പം അതായത് ഇതിനകത്ത് നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇവരുടെ ഒന്നും ഡോക്യുമെന്റ് ഒറിജിനൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ ഫ്രീ ഇതാണ്, അവർക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം. അപ്പോൾ ഈ 1 year വെയിറ്റ് ചെയ്തിട്ട് പോലും അത്രയും ക്ഷമ കാണിക്കാതെ ക്വിറ്റ് ചെയ്ത് പോയ ഒരുപാട് പേര് 7th ബാച്ചിലുണ്ട്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ അതിന് മുമ്പുള്ളവരാണ് ഇവരൊക്കെ. അപ്പോൾ ഇവരൊക്കെ അവരെ ക്ഷമയോടുകൂടി കാത്തിരുന്നത് ഇവർക്ക് വേറെ ഏജൻസിനെ അറിയാൻ മേലാഞ്ഞിട്ടൊന്നും അല്ല, ഇവർക്ക് തന്നെ അറിയാം നാട്ടിൽ ആരൊക്കെ ഇറ്റാലിയൻ പ്രോസസ്സിങ് ചെയ്യുന്നുണ്ടെന്ന് കൃത്യമായി എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത്രയും പേര് ഇറ്റലിക്ക് കണ്ടെത്തുന്നത് ഇതിനകത്ത് തന്നെ ഉള്ളൂ എന്ന് അവർ റിയലൈസ് ചെയ്തുകൊണ്ടാണ്. ചിലപ്പോൾ നമുക്ക് നമ്മുടെ ടൈം ആയില്ല, അല്ലെങ്കിൽ നമ്മുടെ പേപ്പർ വർക്ക് ഡിലേ ഉണ്ട്, നമ്മുടെ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ടൈം എടുത്താലും ഇവർ നമുക്ക് ചെയ്തു തരുമെന്ന് ഇവർക്ക് തന്നെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇവർ നിന്നത്. മറ്റുള്ളവർ നമ്മളോട്, അതായത് പുറത്ത് നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ കേൾക്കാനായിട്ട് പറ്റും, എന്നാൽ ഉള്ളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇവിടെ വന്നേക്കുന്ന ആൾക്കാരോട് നിങ്ങൾ ഫീഡ്ബാക്ക് ചോദിക്കണം. വന്നവരോട് ചോദിക്കണം, അവരെങ്ങനെ വന്നു, അവർക്ക് എത്ര ടൈം എടുത്തു, ഈ പറഞ്ഞതുപോലെ 1 year കൊണ്ട് വരാൻ ഈസി ആണോ, അത് പേപ്പർ വർക്ക് ഓരോന്ന് തുടങ്ങുമ്പോഴേ അവർക്ക് തന്നെ റിയലൈസ് ചെയ്യാൻ പറ്റും നീണ്ടു പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ മറ്റുള്ള റൂമേഴ്സിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ വരുന്നവരുടെ ഫീഡ്ബാക്ക് നിങ്ങൾ നോക്കുക. എല്ലാവരെയും അവരവർക്കൊരു സ്പേസ് കൊടുക്കുക, അവരവരുടെ ഏത് ബാച്ചാണെന്നും പറയാനായിട്ട് ഒരു സ്പേസും കൂടെ കൊടുത്ത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി നീണ്ടുപോകും. ഇതിനകത്താണെങ്കിൽ ഇവർ ഈ ഒരു ബാച്ച് വന്നതോടുകൂടി തന്നെ 175 പേര് ഞങ്ങളുടെ അണ്ടറിൽ ജോലി ചെയ്യുന്നുണ്ട്. 175 പേര്. ഒരു ചെറിയ നമ്പറാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വേറൊരു ഏജൻസിയിൽ 50 പേര് ജോലി ചെയ്യുന്ന എനിക്കൊന്ന് കാണിച്ചു തരാമോ? ഈ ഒരു കാലയളവിൽ വന്ന് ജോലി ചെയ്യുന്നവര് ഈ കൂട്ടത്തിൽ തന്നെ നാത്തൂമാരുള്ളവരുണ്ട്, അനിയത്തി ചേടത്തിമാരുള്ളവരുണ്ട്, ഹസ്ബൻഡ്മാര് ജോയിൻ ചെയ്തവരുണ്ട്, അങ്ങനെ ഒത്തിരി പേരുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ കൂടെ വന്ന് ഫാമിലിനെ കൊണ്ടുവന്ന ആൾക്കാരുണ്ട്. അവരുടെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളെ കാണിക്കുന്നതാണ്. അതായത് നമ്മളുടെ കൂട്ടത്തിൽ നമ്മളുടെ പ്രോസസ്സിങ്ങിൽ ഇവിടെ വന്ന് ഫാമിലി വിസ വെച്ചിട്ട് ഹസ്ബൻഡ് ഇവിടെ എത്തിയവരുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ എല്ലാ അഡ്വാൻറ്റേജ് ഇപ്പോൾ വരുന്ന പോലെ 2025 വരെ രജിസ്ട്രേഷൻ ഇല്ലാതെ ഡിസംബർ 31 വരെ ജോലി ചെയ്യാനായിട്ട് പറ്റും ഇപ്പോഴത്തെ നിയമപ്രകാരം. അതിനുശേഷം ജോലി ചെയ്യണമെങ്കിൽ മിനിസ്റ്റർ ഓഫ് ഹെൽത്തിന്റെ അപ്രൂവൽ കിട്ടി. അതിന്റെ പേരാണ് എന്താ പറഞ്ഞത്, റെക്കഗ്നേഷൻ എന്താ പറഞ്ഞത്. ആ പേപ്പർ വർക്കോട് കൂടി ഇവർ ചെയ്തുകൊണ്ട് ആ പരീക്ഷ എഴുതാൻ ഇവർക്ക് എളുപ്പമുണ്ട്. അതല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ആണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇനി 1.5 വർഷം എടുക്കും. ആ ഒരു പേപ്പർ വർക്ക് കിട്ടി ബാക്കി പരീക്ഷയായിട്ട് വന്നു കാര്യങ്ങൾ നടക്കത്തില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ ജസ്റ്റ് അവിടുന്ന് സംസാരിക്കുന്നവർ അന്ന് പേര് പറയുക, ഏത് ബാച്ചാണ്, നിങ്ങൾ ഹാപ്പിയാണോ എന്ന് പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒത്തിരി നീണ്ടുപോകും. എൻ്റെ പേര് സോഫിയ പോൾ, ഞാൻ 3rd ബാച്ചിലെ കാൻഡിഡേറ്റ് ആണ്. എനിക്ക് ഫസ്റ്റ് തന്നെ ഹ്യൂമാനിറ്റാസിൻ്റെ ഹോസ്പിറ്റലിൽ സെലക്ഷൻ കിട്ടിയ ആളാണ്. ഒരു 6 മാസത്തോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പക്ഷെ അവർ തന്നെയാണ് ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റേതായ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് ഇത്രയും ഡിലേ വന്നത്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. ഞാനിപ്പോൾ ഏജൻസീനെ വിളിച്ച് പറഞ്ഞു, ഞാൻ ക്വിറ്റ് ചെയ്യാൻ പോയ ഒരാളാണ്.
എന്നിട്ട് കൂടെ മാം പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, ഡെലിവറി ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇത്രയും നാൾ വെയിറ്റ് ചെയ്ത് എൻ്റെ തന്നെ പ്രശ്നം കൊണ്ടാണ് ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്കിപ്പോൾ കയറി വരാൻ സാധിച്ചത്. പിന്നെ എനിക്ക് അത്രയും ഒരു ഇത് ഏജൻസി കൊണ്ട് അത്രയും ഉള്ളത് കൊണ്ടാണ് എൻ്റെ ചേച്ചിനെ കൂടി ഞാനിതിനകത്ത്, എൻ്റെ ചേച്ചി സിക്സ്ത് ബാച്ചിൽ കയറിയിട്ടുണ്ട്. അത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ് ചേച്ചിനെയും കൂടി ഞാനിതിനകത്തേക്ക് ആഡ് ചെയ്യിപ്പിച്ചത്. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം 3 ആഴ്ചയായിട്ടുള്ളെങ്കിലും ഞങ്ങളുടെ ക്ലാസ് കഴിയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്കൊരു ഇൻഫർമിയറി ആയിട്ട് ജോലി ചെയ്യാനായിട്ടുള്ള സെലക്ഷൻ കിട്ടി. അതുകൊണ്ട് ഒത്തിരി ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഇരിക്കുന്നു. നാട്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നവരോട് പറയാനുള്ളത് നന്നായിട്ട് ലാംഗ്വേജ് പഠിക്കുക. ഞാൻ 1.5 വർഷം നൈറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്താൻ പറ്റിയത്. എല്ലാവരോടും വെയിറ്റ് ചെയ്യുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, ലാംഗ്വേജ് പഠിക്കുക. പ്രത്യേകം എടുത്തു പറഞ്ഞു, 1.5 വർഷം നൈറ്റ് ചെയ്തിട്ടാണ് പകൽ ക്ലാസ്സിന് വേണ്ടി വെച്ചത്. അപ്പോൾ ഈ പരാതി പറയുന്നവര് നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്ത്. അതായത് നമുക്ക് ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കുറ്റം പറയാം, പക്ഷേ ഓരോരുത്തരും എടുക്കുന്ന സ്ട്രഗിൾ, അതായത് പരീക്ഷ ഇപ്പം ഇവിടെ വന്ന് മിനിസ്ട്രിയുടെ പരീക്ഷ എഴുതി പാസ്സായ കാൻഡിഡേറ്റ്സ് ഉണ്ട്, തീർച്ചയായിട്ടും അവരുടെ റിവ്യൂ വീഡിയോസും വഴിയെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം 1.5 വർഷം നൈറ്റ് ചെയ്ത് ഈ ക്ലാസ്സിന് വേണ്ടി പഠിക്കാൻ വേണ്ടി എന്നിട്ടാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അതൊരു വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. താങ്ക് യു. എൻ്റെ പേര് ആതിര, ഞാൻ 7th ബാച്ചായിരുന്നു. ഞങ്ങളുടെ കൂടെ 7th ബാച്ചിലുള്ള ഇപ്പോൾ 2 പേരാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ലാംഗ്വേജ്, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം ഞാനും ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു, മാൽദീവ്സിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ജിലി ചേച്ചി പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂസ് ഡ്യൂട്ടി എടുത്ത്, അതായത് ഈവനിങ് ഷിഫ്റ്റ് എടുത്താണ് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എല്ലാവരോടും പറയാനുള്ളത് ലാംഗ്വേജ്, അതാണ് പേര് അജി തോമസ് എന്നാണ്. ഞാൻ 5th ബാച്ചിലെ കാൻഡിഡേറ്റ് ആണ്. എൻ്റെ പേര് അഞ്ജു, ഞാൻ 4th ബാച്ചാണ്. ഞാൻ 2 വർഷമായി ഏകദേശം പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ട്. എനിക്ക് ആദ്യത്തെ ഇൻ്റർവ്യൂ കിട്ടിയായിരുന്നു, പക്ഷേ അതിൻ്റെ പ്രോസസ്സിങ് ഇച്ചിരി ഡിലേ ആയതുകൊണ്ട് 2ാമത് ഇൻ്റർവ്യൂ കൂടെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. പിന്നെ ഞാൻ ഹാപ്പിയാണ്, ഞങ്ങൾക്ക് ഇൻഫർമേറി ആയിട്ട് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. എൻ്റെ പേര് സ്റ്റാനി, ഞാൻ 5th ബാച്ചിലെ കാൻഡിഡേറ്റ് ആണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഇപ്പോൾ ഒരു 3 വീക്കായി, പക്ഷേ ഇതിനുള്ളിൽ തന്നെ എല്ലാവർക്കും തന്നെ ഇൻഫർമിയറായിട്ടുള്ള ജോബെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ എല്ലാവരും എനിക്ക് പറയാനുള്ളത് നന്നായിട്ട് ലാംഗ്വേജ് പഠിക്കുക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഇപ്പോൾ ട്രാൻസ്ലേഷൻ ക്ലാസ്സൊക്കെ ആണെങ്കിലും അത് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എൻ്റെ പേര് ദീപ്തി, ഞാൻ 4th ബാച്ചിലെ കാൻഡിഡേറ്റ് ആണ്. ഞാൻ ഇതിൽ വന്നിട്ട് ഒരു 2 വർഷമാകുന്നു. നാട്ടിൽ വെച്ച് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാരണം ക്ലാസ് ഒന്നും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ പഠിക്കുന്നുണ്ടായിരുന്നു അല്ലാതെ പേഴ്സണലി. പക്ഷേ ഇവിടെ വന്നപ്പം നമുക്ക് ലാംഗ്വേജിൻ്റെ ക്ലാസ് ആയാലും പിന്നീട് നഴ്സിങ്ങിൻ്റെ ക്ലാസ് ആയാലും നല്ലതുപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഒരുപാട് ഹാപ്പിയാണ്. പിന്നെ ഇവിടുത്തെ എല്ലാവരുമായിട്ടുള്ള പഠിത്തവും സഹകരണവും മൂലം ഒരുപാട് ഒത്തിരി ഇമ്പ്രൂവ് ആകാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും തന്നെ ജോലി സെറ്റായിട്ടുണ്ട്. വളരെ ഹാപ്പിയാണ്. താങ്ക് യു. എൻ്റെ പേര് ട്രീസ് അലിസ്വി, ഞാൻ 6th ബാച്ചാണ്. നന്നായിട്ട് നമ്മൾ പഠിക്കുവാണെന്നാണെങ്കിൽ നമ്മളൊരു കാര്യത്തിൽ ഉറച്ച് വിശ്വസിച്ച് നമുക്കതിൽ മുമ്പോട്ട് പോരാൻ പറ്റും എന്ന് വിചാരിച്ച് നമ്മളത് ഒരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടെന്നാണെങ്കിൽ അത് നടക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ഞങ്ങൾ 18 പേര്. എല്ലാവരും പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാണ്. പലരും ജോലി ചെയ്തുകൊണ്ട് തന്നെ അവരുടെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വീട്ടിലെ കാര്യങ്ങളും നമ്മുടെ ഫാമിലിയുടെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഇറങ്ങി തിരിച്ച് നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഇപ്പം ദൈവം സഹായിച്ച് നമുക്ക് ഇവിടം വരെ എത്താൻ സാധിച്ചു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിക്കുവാണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. നമുക്ക് എത്രയും പെട്ടെന്ന് വന്ന് നല്ല രീതിയിൽ നമുക്കിവിടെ ജോലി ചെയ്യാൻ സാധിക്കും. താങ്ക് യു. എൻ്റെ പേര് അനീന ജോർജ്, ഞാൻ 3rd ബാച്ചായിരുന്നു. എല്ലാവരും പറഞ്ഞതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. ലാംഗ്വേജ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുക, ലാംഗ്വേജ് നന്നായിട്ട് പഠിക്കുക. എൻ്റെ പേര് ബിനി, ഞാൻ 3rd ബാച്ചാണ്. അപ്പോൾ എനിക്ക് ഇവിടെ വന്നിട്ട് ക്ലാസ്സൊക്കെ നന്നായിട്ട് പഠിക്കാനും എല്ലാം കഴിഞ്ഞു. ഇനി നാളെ മുതൽ ജോലിക്ക് കയറുകയാണ്. എനിക്ക് എല്ലാം കൊണ്ട് ഹാപ്പിയാണ്. എൻ്റെ പേര് ഡോണ, ഞാൻ 4th ബാച്ചാണ്. ഞാൻ ഇൻ്റർവ്യൂ എല്ലാം സെലക്റ്റായി ഹാപ്പി ആയിട്ടിരിക്കുന്നു. 12-ാം തീയതി മുതൽ ഞാൻ ജോയിൻ ചെയ്യും. എൻ്റെ പേര് മരിയ, ഞാൻ 5th ബാച്ചിലെ കാൻഡിഡേറ്റ് ആണ്. ഇവിടെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ പൊതുവെ കോൺഫിഡൻസ് കുറഞ്ഞ ഒരാളായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം എന്തൊക്കെയൊക്കെയോ മനസ്സിലാവുന്നു.
നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളായിരുന്നു ഇവിടുത്തെ ഡയറക്റ്റ് ക്ലാസ്. ഓൺലൈനേക്കാളൊക്കെ നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളായിരുന്നു. നാട്ടിലിരിക്കുന്നവരോട് പറയാനുള്ളത് മാക്സിമം ക്ലാസ് അറ്റൻഡ് ചെയ്യുക, നല്ല രീതിയിൽ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുക. ബാക്കിയെല്ലാം ലാംഗ്വേജ് ഇല്ലെങ്കിലും പറ്റുമോ? പറ്റില്ല. ലാംഗ്വേജ് ഇമ്പ്രൂവ് ആയി നല്ല രീതിയിൽ നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഏജൻസിക്കാർ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത് ഇവിടെ എന്തായാലും എത്തിച്ചിരിക്കും, ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു. സോ അപ്പോൾ എല്ലാവരും സംസാരിച്ചോ? ഞാനും സംസാരിക്കാത്തതുണ്ടോ? എല്ലാവരും സംസാരിച്ചു. സോ ഞങ്ങളുടെ ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത് 18 പേര്. ഈ 18 പേരുടെ ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് നമ്പേഴ്സ് കൗണ്ടിൽ ഏറ്റവും ഒരു ബിഗ്ഗസ്റ്റ് ഗ്രൂപ്പാണ്. ഇതിനു മുമ്പ് വന്നേക്കുന്ന 10 പേര് ഒരുമിച്ചാണ്. അന്നേരത്തെ പ്രോജക്റ്റ് വേറെയായിരുന്നു. അവർക്ക് അന്നേരം ഇവിടെ വന്നതിന് ശേഷം ഓൺലൈൻ ക്ലാസ്സോ കാര്യങ്ങളോ ഇല്ലായിരുന്നു. അവർക്ക് ഡയറക്റ്റ് പ്ലേസ്മെൻ്റ് ആയിരുന്നു. ഈ ഒരു റീസെൻ്റ്ലി ആണ്, ഒരു 3-4 മാസമായിട്ടാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റിൽ ചേഞ്ച് വരുത്തിയത്. അതിൻ്റെ ചേഞ്ച് വരുത്തിയ കാര്യങ്ങൾ മുമ്പേ പറഞ്ഞായിരുന്നു. ലാംഗ്വേജിലുള്ള പോരായ്മ, കംപ്ലയിൻറ്റ്സ് കാര്യങ്ങൾ വന്നതുകൊണ്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനുള്ള അടുത്തൊരു സ്റ്റെപ്പ് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ചിന്തിച്ചതിൻ്റെ ബാലൻസായിട്ട് ഈ പ്രസൻസിലുള്ള ഒരു മാസ ക്ലാസ് എന്ന് ചിന്തിച്ചേക്കുന്നത്. സോ അങ്ങനെ ഈ ഒരു ബാച്ച് 18 പേര് ഒരുമിച്ച് വന്നു. ഇവർക്ക് ക്ലാസ്സുകൾ കഴിഞ്ഞ് ഈ ഒരാഴ്ച കഴിഞ്ഞേ ഉള്ളൂ. എന്നിരുന്നാലും നാളെ മുതൽ എല്ലാവർക്കും പലർക്കും ജോലിക്കുള്ള സ്ഥലങ്ങളിലോട്ട് പോകുന്നു. 3 പേരും നാളെ തന്നെ മാറുന്നു. ബാക്കി ഈ അടുത്ത ആഴ്ച കൊണ്ട് എല്ലാവരും തന്നെ ജോലി സ്ഥലങ്ങളിലോട്ട് മാറുകയാണ്. സോ ഇനിയിപ്പോൾ നാട്ടിലുള്ള എല്ലാവർക്കും, നിങ്ങൾക്ക് നാട്ടിലുള്ളവർക്കും അല്ലെങ്കിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും എന്താണ് പറയാനുള്ളത് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിൻ്റെ കൂടുതൽ ഇനി ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. സോ എല്ലാവർക്കും ഒരു നല്ല ദിവസം. ഞങ്ങളുടെ അടുത്തൊരു വീഡിയോ വരുന്നവരെ നിങ്ങൾ കാത്തിരിക്കുക. നമ്മുടെ പുതിയ വിശേഷങ്ങളും അറിവുകളും ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സോ താങ്ക് യു എല്ലാവർക്കും.